ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ ക്ലാസ് മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗങ്ങൾ എന്ന ടോപ്പിക്കാണ്. രോഗങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗത്തിലെ രോഗങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ, 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ, അതിൽ നിന്നും രോഗങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. അപ്പൊ നമുക്കത് ഏതൊക്കെ നോക്കാം. ആദ്യം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, കോവിഡ്. ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഇതിൽ പകുതി നമുക്ക് എന്തായാലും അറിയുന്നത്. ഏതെങ്കിലും ഒന്ന് അറിയാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് പോകും കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് എന്തായാലും പഠിച്ചു പോവാം. ആദ്യം ഏതാണ്? ഡെങ്കിപ്പനി അല്ലെ. ഡെങ്കിപ്പനി പകരുന്നു നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് ഡെങ്കിപ്പനി ആണെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് പോകരുത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, അയാളുടെ അടുത്തേക്ക് പോകരുത്, പനി പകരുന്നു പറയാറുണ്ട്. അപ്പൊ ഡെങ്കിപ്പനി എന്താണ്? ഡെങ്കി പകരും. ഓക്കെ, ഡെങ്കി പകരും. മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തം എന്താണ്? പകരുന്നതാണ്. മഞ്ഞപ്പിത്തം പകരും. അപ്പൊ എന്താണ്? മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം രണ്ടും പകരുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. പിന്നെ ടൈഫോയിഡ്. ഓക്കെ, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഇത് മൂന്നും എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവാ കേട്ടോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഒന്നുകൂടെ പറ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. പിന്നെ ഏതാണ്? കോളറ. കോളറ പകരുന്നതാണ് കേട്ടോ. കോളറ പകരുന്നതാണ്. അപ്പൊ കോളറ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. ഓക്കെ, അതിൽ ഡെങ്കിപ്പനി നമുക്ക് എപ്പോഴും കിട്ടും. ഡെങ്കിപ്പനി സിമ്പിൾ ആണ്. പിന്നെ മഞ്ഞപ്പിത്തം പഠിക്കണം. മഞ്ഞപ്പിത്തം അറിയാത്തവരാണെങ്കിൽ പഠിച്ചിട്ട് പോവാം. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. പിന്നെ ജലദോഷം നമുക്കറിയാം. ജലദോഷം പകരുന്നതാണെന്ന് നമുക്കറിയാം അല്ലെ. ജലദോഷം തുമ്മിക്കഴിഞ്ഞാലൊക്കെ അങ്ങനെയൊക്കെ പകരുന്നതല്ലേ. അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യുക. തുമ്മിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇതിങ്ങനെ പകരുന്ന ആലോചിക്കുക കേട്ടോ. ഓക്കെ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ജലദോഷം പകരുന്നതാണ്. ജലദോഷം എന്താണ്? പകരുന്നതാണ്. ജലദോഷം പകരുന്നതാണ്. അത് നമുക്കറിയാലോ. പിന്നെ COVID-19 പകരുന്നതാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഇതെന്തായാലും കിട്ടും, ഇതും എന്തായാലും കിട്ടും, ഇതും എന്തായാലും കിട്ടും. ഓക്കെ, ഡെങ്കിപ്പനി, പിന്നെ അതുപോലെ തന്നെ ജലദോഷം, പിന്നെ COVID-19, ഇത് മൂന്നും എന്തായാലും കിട്ടും. ഓക്കെ, ഒരു കൺഫ്യൂഷനും വരില്ല. പിന്നെ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, മൂന്നെണ്ണം പഠിച്ചാൽ പോരെ. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഒന്ന് ജലദോഷം പറഞ്ഞു അല്ലെ. ജലദോഷം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? ഡെങ്കിപ്പനി, പിന്നെ COVID-19. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവോ. ആദ്യം നമ്മൾ ഏതാണ്? ഏത് പനിയാണ് പഠിച്ചത്? ഡെങ്കിപ്പനിയാണ് അല്ലെ. ഒപ്പം പറഞ്ഞു പോണേ. ആദ്യം ഡെങ്കിപ്പനി, പിന്നെ മഞ്ഞപ്പിത്തം, പിന്നെ ടൈഫോയിഡ്, കോളറ. ഓക്കെ, പിന്നെ ഏതാണ് ലാസ്റ്റ് പറഞ്ഞത്? COVID-19 ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? COVID-19. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഇതൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, മറ്റൊരാളിൽ നിന്നും നമുക്ക് പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, COVID-19. ഓക്കെ, അതൊക്കെയല്ലേ ഇപ്പൊ പഠിച്ചത്. അപ്പൊ പഠിച്ചല്ലോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? COVID-19. ആ ജലദോഷം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ജലദോഷം. ഓക്കെ, ജലദോഷം മറക്കരുത്. അപ്പൊ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, COVID-19. ജലദോഷമൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. ജലദോഷം കിട്ടും. COVID-19 നമ്മൾ എത്രയോ അനുഭവിച്ചതാണ്. COVID-19 പകരുന്നതാണെന്ന് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടും കിട്ടും. പിന്നെ ഡെങ്കിപ്പനി നമുക്ക് കിട്ടും അല്ലെ. ഡെങ്കിപ്പനി നമുക്ക് കിട്ടും. ഡെങ്കിപ്പനി പകരുന്നതാണെന്ന് പലരും പറഞ്ഞിട്ടായാലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പകരാത്തവരാണെങ്കിൽ, ചിലർക്ക് പകർന്നു വന്നിട്ടുണ്ടാവും, അവർക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റും. പകരാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക, ഡെങ്കിപ്പനി ഒരു പകരുന്ന രോഗമാണ്. പിന്നെ ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെക്കുക. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഈ ക്യാൻസർ പകരില്ല കേട്ടോ. ഓക്കെ, ക്യാൻസർ പകരില്ല. അത് നമുക്കറിയാലോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയാൾക്ക് ക്യാൻസർ ആണ്, അയാളുടെ അടുത്തേക്ക് പോകണ്ടെന്നൊക്കെ ചിലപ്പോൾ ഒരു ബോധമില്ലാതെ ചിലർ പറയും. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ ക്യാൻസർ പകരുന്ന ഒരു രോഗമൊന്നുമല്ല അല്ലേ. ക്യാൻസർ പകരുന്ന ഒരു രോഗമൊന്നുമല്ല. ഈ ക്യാൻസർ വന്ന ആളുകളെ നമ്മൾ അടുപ്പിച്ച് നിർത്തുകയാണ് വേണ്ടത്. നമ്മൾ അവരെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ അവരിൽ നിന്നും അകന്ന് നിൽക്കല്ല. അവർക്ക് ക്യാൻസർ ആണ്, അത് പകരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ക്യാൻസർ എന്താണ്? പകരുന്ന ഒരു രോഗമല്ല. ഓക്കെ,
ക്യാൻസർ പകരുന്ന രോഗമല്ല. പ്രമേഹം എന്താണ്? പകരുന്ന രോഗമല്ല. പ്രമേഹം പകരുന്നതല്ല അല്ലെ, പ്രമേഹം പകരുന്നതല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ, ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പിന്നെ ഹൃദ്രോഗം, ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൃദ്രോഗം പകരുമോ? അയാളുടെ ഹൃദയം അല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളത്, അപ്പൊ അതെങ്ങനെ പകരും? ഓക്കെ, അപ്പൊ അത് പകരില്ല. അയാളുടെ ഹൃദയത്തിന് എന്തൊക്കെയാ കാട്ടിവെച്ച് അയാൾക്ക് വന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ ഹൃദ്രോഗം പകരില്ല. അങ്ങനെ കേട്ടോ, അപ്പൊ കണക്ട് ചെയ്ത് നോക്കുക, അയാളുടെ ഹൃദയത്തിനാണ് വന്നത്. ഹൃദ്രോഗം പകരില്ല, പ്രമേഹം പകരില്ല, ക്യാൻസർ പകരില്ല. ക്യാൻസർ പകരില്ല എന്ന് നമുക്കറിയാം അല്ലെ, ക്യാൻസർ ഒരു പകരുന്ന രോഗമല്ല. ക്യാൻസറുള്ള ആളുകളെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ക്യാൻസർ എന്ത് ചെയ്യും? പകരില്ല. ഓക്കെ, പ്രമേഹം ജീവിതശൈലി രോഗമാണ്, പകരില്ല. ഓക്കെ, അതും പകരില്ല. പിന്നെ ഹൃദ്രോഗം എന്താണ്? പകരില്ല. പക്ഷാഘാതം, ഓക്കെ, പക്ഷാഘാതം എന്താണ്? പകരോ? ഇല്ലല്ലോ. ഇതൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൂ, രോഗങ്ങളിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഈ പക്ഷാഘാതമൊക്കെ എങ്ങനെ പകരുക. പക്ഷാഘാതം പകരില്ല. വൃക്കരോഗം പകരില്ല. അൽഷിമേഴ്സും പകരില്ല. അൽഷിമേഴ്സ് അയാളുടെ ഓർമ്മ പോയെങ്കിൽ അതെങ്ങനെ നമുക്ക് പകർന്നു വരിക? ഇല്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ ക്യാൻസർ പകരില്ല, പ്രമേഹം പകരില്ല, ഹൃദ്രോഗം പകരില്ല, പക്ഷാഘാതം പകരില്ല, വൃക്കരോഗം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാൻസർ അല്ലെ, ക്യാൻസർ പകരില്ല എന്ന് നമുക്കറിയാം, ക്യാൻസർ പകരില്ല. പ്രമേഹം പകരുമോ? പ്രമേഹം പകരില്ല. ഹൃദ്രോഗം പകരുമോ? ഹൃദ്രോഗം ഇല്ല. ഹൃദ്രോഗം, വൃക്കരോഗം ഒന്നും പകരില്ല. പക്ഷാഘാതം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. ഓക്കെ, അപ്പൊ ക്യാൻസർ പകരില്ല, പ്രമേഹം പകരില്ല, ഹൃദ്രോഗം പകരില്ല, പക്ഷാഘാതം പകരില്ല, വൃക്കരോഗം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് കിട്ടി. പകരുന്നത് ഏതൊക്കെയെന്നും പഠിച്ചല്ലോ. പ്രധാനമായിട്ട് നമുക്ക് എപ്പോഴും അറിയുന്ന ഒന്ന് ജലദോഷം, പിന്നെ എന്തായാലും ഓപ്ഷൻ കണ്ടാൽ കിട്ടുന്ന ഒന്നാണ് COVID-19, പിന്നെ ഡെങ്കിപ്പനി, പിന്നെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. പകരാത്തത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ക്യാൻസർ. എന്നാണ് ക്യാൻസർ ദിനം എന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോയിക്കോട്ടോ. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം കേട്ടോ. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ഇനി പ്രമേഹ ദിനം എന്നാണ് ചിലപ്പോൾ ചോദ്യം വന്നാൽ അത് നവംബർ 14 കേട്ടോ. നവംബർ 14. അപ്പൊ നവംബർ 14 പ്രമേഹ ദിനം, ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. നവംബർ 14 നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. പ്രമേഹം, ഓക്കെ, ഷുഗർ ആലോചിക്കുക. ഓക്കെ, പ്രമേഹം ഷുഗറിൽ നിന്ന്. അപ്പോൾ എന്താലോചിക്കണം? മിഠായി ആലോചിക്കണം കേട്ടോ. മിഠായി ആലോചിച്ച് നമുക്ക് കിട്ടും. കാരണം ഇതെന്താണ്? ചിൽഡ്രൻസ് ഡേ ആണ് നവംബർ 14. അപ്പൊ കുട്ടികളാണ് മിഠായി കഴിക്കുക. മിഠായി ഒരുപാട് ആർക്കാണ്? കുട്ടികൾക്കാണ്. അപ്പൊ മിഠായി വെച്ചിട്ട് ഷുഗറിനെ കണക്ട് ചെയ്യുക, പ്രമേഹത്തെ കണക്ട് ചെയ്യുക. അത് നവംബർ 14 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടും ഒരു ദിവസമാണ്. അതായത് പ്രമേഹ ദിനവും ചിൽഡ്രൻസ് ഡേയും രണ്ടും ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും പഠിച്ചു വെക്കാലോ. ഓക്കെ, അപ്പൊ ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. പിന്നെ പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. രണ്ടും പഠിച്ചു വെച്ചു അല്ലെ. ക്യാൻസർ എന്താണ്? പകരാത്ത ഒരു രോഗമാണ്. പ്രമേഹം എന്താണ്? പകരാത്ത ഒരു രോഗമാണ്. ഹൃദ്രോഗം, വൃക്കരോഗം, പക്ഷാഘാതം ഇതൊന്നും പകരില്ല. അൽഷിമേഴ്സ് പകരില്ല. ഇതൊക്കെ പകരാത്ത രോഗമാണ്. പകരുന്ന രോഗങ്ങൾ ഇവയാണ്. ഓക്കെ, അപ്പൊ ചോദ്യം എങ്ങനെ വരുന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിട്ട് പോകണം. എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓക്കെ, ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ കുറച്ചെണ്ണം. മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണോ? അല്ലയോ? എന്താണ് മഞ്ഞപ്പിത്തം? എന്താണ്? പകരുന്ന രോഗമാണ് അല്ലെ. പക്ഷാഘാതം എന്താണ്? പകരില്ല. പക്ഷാഘാതം എന്താണ്? പകരില്ല. ഓക്കെ, ഹൃദ്രോഗം പകരില്ലേ? ഇല്ല. ഹൃദ്രോഗം എന്താണ്? പകരില്ല. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഹൃദ്രോഗം, വൃക്കാരോഗം, പക്ഷാഘാതം, അൽഷിമേഴ്സ് ഇതൊന്നും പകരില്ല. ഓക്കെ, പിന്നെ പകരുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ് പകരും അല്ലെ. ടൈഫോയിഡ് പകരും, ഡെങ്കിപ്പനി പകരും, കോളറ പകരും, മഞ്ഞപ്പിത്തം പകരും അല്ലെ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. അപ്പൊ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു വട്ടം കൂടെ ഞാൻ രണ്ടും ഒന്ന് വേർതിരിച്ച് പറഞ്ഞു തരട്ടെ. ലാസ്റ്റ് ടൈമാണേ. എന്താണ് ആദ്യം പകരുന്ന രോഗങ്ങൾ നോക്കുക. ഏതൊക്കെയാണ് ആദ്യം പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ? ഒന്ന് ജലദോഷം ഓർമ്മ വരും, COVID-19 ഓർമ്മ വരും, പിന്നെ ഏതാണ്? ഡെങ്കിപ്പനി അല്ലെ. പിന്നെ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഇതൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. ഇനി പകരാത്തത് മെയിൻ ആയിട്ട് ഏതാണ്? ക്യാൻസർ പകരില്ല. ഒന്ന് അറിഞ്ഞു വെച്ചോ, ക്യാൻസർ പകരില്ല കേട്ടോ. ക്യാൻസർ പകരില്ല. പിന്നെ ഏതാണ്? പക്ഷാഘാതം പകരില്ല, ഹൃദ്രോഗം, വൃക്കാരോഗം, പ്രമേഹം, അൽഷിമേഴ്സ് ഇതൊന്നും പകരില്ല. ഓക്കെ, അപ്പൊ പകരുന്ന രോഗങ്ങളും കിട്ടി, പകരാത്ത രോഗങ്ങളും കിട്ടി. അത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത്, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. നമുക്കറിയാലോ, അതിന് നമ്മൾ എന്താണ്? പകർച്ചവ്യാധികൾ എന്നാണ് പറയുക. അതൊരു പകർച്ചവ്യാധിയാണ്. അതായത് അയാളിൽ നിന്ന് നമുക്ക് പകരും. അതിനെ നമ്മൾ എന്ത് പറയും? പകർച്ചവ്യാധി എന്ന് പറയും. അത് സിമ്പിൾ ആണ്. പകർച്ചവ്യാധികൾ.
ഓക്കെ. മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് മഹാമാരി. ഓക്കെ, എന്താണ് മഹാമാരി അല്ലെ? മഹാമാരി നമുക്കറിയാം അല്ലെ, മഹാമാരിയാണ്. ഓക്കെ, മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ, മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നിട്ട് ഒരുപാട് ആളുകളെ അത് ബാധിക്കണം. അതാണ് മഹാമാരി അല്ലെ, കോവിഡ് മഹാമാരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കോവിഡ് ഒരു മഹാമാരിയാണ്. അപ്പോൾ എന്താണ് മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആളുകളെ, ഒരുപാട് രാജ്യങ്ങളിലുള്ള, പല രാജ്യങ്ങളിലുള്ള ആളുകളെ ബാധിക്കുകയാണ്. അപ്പൊ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് മഹാമാരി. രണ്ടും കിട്ടുമല്ലോ. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. മറ്റു രാജ്യങ്ങളിലെ ആളുകളെയൊക്കെ ബാധിക്കുന്ന, മറ്റു രാജ്യങ്ങളിലെയോ ഭൂഖണ്ഡങ്ങളിലെയോ ആളുകളെയൊക്കെ ബാധിക്കുന്നതാണ് മഹാമാരി. അങ്ങനെ ഒന്നിന് ഉദാഹരണമാണ് അല്ലെ, COVID-19 അതിന് ഉദാഹരണമാണ്. ഓക്കെ, COVID-19. അടുത്തത്, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും അല്ലെ. ഇൻക്യുബേഷൻ പീരീഡ് ആണ് കേട്ടോ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, എന്നാൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയിട്ടില്ല. എന്നാൽ ആ രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ടൈമാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു, ഇനി രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് അതിന് പറയുന്നത്. ഓപ്ഷൻ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ട് തുടങ്ങുന്നത് മുതൽ, അതായത് തുടങ്ങുന്നത് വരെയുള്ള ആ സമയം, ആ ഒരു പീരീഡ് ആണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡെമിക്. ഓക്കെ, എപ്പിഡെമിക് ആണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് എപ്പിഡെമിക്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡെമിക്. എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് എപ്പിഡെമിക്. ഓക്കെ, നമുക്ക് ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വളരെ വേഗമാണല്ലേ. അപ്പോൾ ഒരു എപ്പിസോഡ് കണ്ട അടുത്ത എപ്പിസോഡ് വളരെ വേഗത്തിൽ വേണം എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കും. വളരെ വേഗം അതങ്ങോട്ട് താന്നല്ലേ നമ്മുടെ മനസ്സ് പറയുക. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. എപ്പിസോഡ് വെച്ചിട്ട് എപ്പിഡെമിക്കിനെ കണക്ട് ചെയ്യുക. ഈ എപ്പി വെച്ചിട്ട് കണക്ട് ചെയ്യുക. എപ്പിഡെമിക് ആണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്. ഓക്കെ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡെമിക്. എന്ത് വെച്ച് കണക്ട് ചെയ്യണം? വേഗത്തിൽ എന്നുള്ളത് കൊണ്ട് വേഗത്തിൽ പടർന്നു പിടിക്കുക. അപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കാണണം. കാരണം അത്രയും ഒരു ട്വിസ്റ്റിലേക്ക് ആയിരിക്കും ഒരു എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ കാണണം. അയാൾക്ക് എന്തുണ്ടായി, എന്താണ് അവിടെ സംഭവിച്ചത്, സീരിയൽ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ സീരീസ് കാണുന്ന ആളുകൾക്കൊക്കെ അത് കിട്ടൂല്ലേ. ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിനുള്ള എന്തെങ്കിലും അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ, നമുക്ക് വേഗം അത് കാണണം. അതെന്താണ്? എപ്പിഡെമിക്. എപ്പിസോഡ് വെച്ചിട്ട് എപ്പിഡെമിക്കിനെ കണക്ട് ചെയ്യുക. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡെമിക്. കണക്ട് ആവുമല്ലോ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും കണക്ഷൻ വരും കേട്ടോ. അടുത്തത്, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക്. ഓക്കെ, ഇതും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ് ഇതിൽ പറയുന്നത്? സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുകയാണ്. ഓക്കെ, വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായി. അപ്പൊ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താ? ഇതിനെന്തില്ല? ഇതിനൊരു എൻഡില്ല. ഓക്കെ, ഇതിനൊരു എൻഡില്ല. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? എൻഡമിക്. ഒരു എൻഡില്ലാത്തതാണ് എൻഡമിക്. ഓക്കെ, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ഇത് സമൂഹത്തിൽ ഉണ്ട്. ഇതൊന്ന് തുടച്ചു മാറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇതിനൊരു എൻഡ് ഇല്ല. അതാണ് എൻഡമിക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതിനൊരു എൻഡ് ഇല്ല. കണക്ട് ചെയ്യാലോ. എൻഡമിക്, എൻഡ് ഇല്ല. ഓക്കെ, എൻഡമിക്. എപ്പിഡമിക് എന്താണ്? വളരെ വേഗത്തിൽ, നമുക്ക് വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കിട്ടണം അല്ലെ. അപ്പൊ വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കിട്ടണം. അത് കണക്ട് ചെയ്ത് എന്ത്? എപ്പിസോഡ്. എപ്പിഡമിക് ആണ് കേട്ടോ. എപ്പിഡമിക്. എൻഡമിക് എന്താണ്? ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നത്, വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പിന്നെ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക്. എന്താണ്? ഇതിനൊരു എൻഡ് ഇല്ല എന്ന് കണക്ട് ചെയ്ത് വെക്കുക. കണക്ഷൻ വരണേ. എൻഡമിക്. ഓക്കെ, ഇതിനൊരു എൻഡ് ഇല്ല. ചോദ്യം കണ്ടാൽ കിട്ടും. ഓപ്ഷൻ നിങ്ങൾക്ക് കണക്ട് ആവും. ഓക്കെ, ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങളാണ്. എന്താണ്? നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, നോസോകോമിയൽ രോഗങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, ആശുപത്രിയിൽ നിന്ന് പകരുന്നത്. ആശുപത്രിയിൽ നിന്ന് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? ആശുപത്രിയിൽ നിന്ന് നമുക്ക് രോഗങ്ങളൊന്നും പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മാസ്ക് ഇട്ടിട്ട് പോകും. മാസ്ക്
മാസ്ക് ഇടുന്ന എന്തിനാണ്? നമ്മുടെ നോസ് മറക്കാനാണ്. ഓക്കെ, നോസോകോമിയൽ രോഗങ്ങൾ. അപ്പൊ ആശുപത്രി കണക്ട് ചെയ്യാം കേട്ടോ. മാസ്ക് എപ്പോഴും കണക്ട് ചെയ്യേണ്ടതാണ്, എന്നാലും ആശുപത്രി പോകുമ്പോൾ നമ്മൾ എപ്പോഴും മാസ്ക് കയ്യിൽ കരുതണം എന്ന് പറയാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നോസ് മറക്കുക. ഓക്കെ, മുക്ക് മറക്കുക. ഓക്കെ, നോസോകോമിയൽ രോഗങ്ങൾ കണക്ട് ചെയ്തൂടെ? നോസോകോമിയൽ രോഗങ്ങൾ. ഇപ്പൊ എന്തൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു? ആശുപത്രിയിൽ നിന്ന് പകരുന്നതാണെങ്കിൽ നമ്മൾ മൂക്ക് മറച്ചിട്ട് പോകും. അപ്പൊ നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, അപ്പൊ നോസോ എന്ന് കണ്ട ആശുപത്രി കണക്ട് ആണോ? നോസോ കണ്ട ആശുപത്രി കണക്ട് ആണോ? നിങ്ങൾ ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട സാധനം കിട്ടണം. ഓക്കെ, അപ്പൊ നോസോകോമിയൽ രോഗങ്ങൾ എന്താണ്? ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രോഗം, പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു രോഗം. എന്താണ്? ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്താണ്? അതിനൊരു എൻഡില്ല. അതെന്താണ്? എൻഡമിക് എന്താണ് അല്ലെ? എൻഡമിക് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വളരെ വേഗത്തിൽ പകരുന്ന രോഗങ്ങൾ അല്ലെ? വളരെ വേഗത്തിൽ പകരുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. നമുക്ക് ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കാണണം. ഓക്കെ, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. എപ്പിസോഡ് എപ്പിഡമിക്, എൻഡില്ലാത്തത് എൻഡമിക്. ഓക്കെ, ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു നീക്കാനാവാത്തതുമാണ് എൻഡമിക് എന്നറിയപ്പെടുന്നത്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ. കണക്ട് ചെയ്തൂടെ? നോസോകോമിയൽ രോഗങ്ങൾ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അടുത്തത് നോക്കാം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എന്താണ്? സൂണോസിസ് രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ് സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ് സൂണോസിസ്. അതിന് നമുക്ക് പൂച്ചനൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും ചെറുപ്പത്തിലൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും ഒരു പൂച്ചക്കുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് വീട്ടിലേക്ക് വരും. ഓക്കെ, അതിന് ഒരുപാട് ട്രോളൊക്കെ വരാറുണ്ട് ഇല്ലേ? മറ്റേ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ വെച്ച് ട്രോളൊക്കെ വരാറുണ്ട്, ഇവയെ നൻപൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ആലോചിക്കണ്ട. നമ്മൾ എപ്പോഴും ചെറുപ്പത്തിൽ എന്താണ്, ഒരു പൂച്ചക്കുട്ടിനെ എവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ചന്ത കണ്ടിട്ട് നമുക്ക് എന്തായാലും അതിനൊന്ന് എടുത്ത് കൊണ്ടുവരാൻ തോന്നും. അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് വരും. അപ്പൊ അമ്മയും അച്ഛനും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സൂൺ. ഓക്കെ, സൂൺ ഇത് വെച്ച് കണക്ട് ചെയ്യുക. സൂൺ, അതിന്റെ രോമൊക്കെ തട്ടിയിട്ട് സൂൺ, ഈ അടുത്ത് തന്നെ നിനക്ക് രോഗം വരും. അപ്പൊ സൂൺ വെച്ച് കണക്ട് ചെയ്യുക. നിനക്ക് രോഗം എന്തായാലും വരും. കമ്മിങ് സൂൺ. ഓക്കെ, അപ്പൊ സൂൺ വെച്ച് കണക്ട് ചെയ്യുക. സൂണോസിസ് രോഗങ്ങൾ. ഓക്കെ, അപ്പൊ പൂച്ചക്കുട്ടിനെ വെച്ചിട്ടൊന്ന് ആലോചിച്ചൂടെ? പൂച്ചക്കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതിന്റെ രോമൊക്കെ അലർജിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? സൂൺ, നിനക്ക് വരും. ഓക്കെ, സൂണോസിസ് രോഗങ്ങൾ. അതാണ് മൃഗങ്ങളിൽ നിന്നും പകരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പെറ്റ്സിനെ ആലോചിച്ചാൽ മതി. പൂച്ചനെ തന്നെ ആലോചിക്കണമെന്നില്ല. പെറ്റ്സിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ രോഗങ്ങൾ വരുന്ന എപ്പോഴും മാതാപിതാക്കൾ, അതായത് വീട്ടുകാർ നമ്മളെപ്പോഴും ചീത്ത പറയും. ഓക്കെ, എനിക്കൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പൂച്ചനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൂച്ചനെ വെച്ച് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പൂച്ചനെ വെച്ചിട്ട് തന്നെ അല്ല, എന്തെങ്കിലും പെറ്റിനെ വെച്ച് കണക്ട് ചെയ്യുക. എല്ലാ പെറ്റിൽ നിന്നും എന്തായാലും രോഗങ്ങൾ പകരുന്നല്ല ഞാൻ പറയുന്നത്. അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ സൂൺ നിനക്ക് രോഗം വരും എന്നുള്ളത് വീട്ടുകാർ പറയുന്നത് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക്. ഓക്കെ, എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ എന്താണ്? എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് നിനക്ക് പകരും. സൂണോസിസ് രോഗങ്ങളാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെ ടൈപ്പ് രോഗങ്ങളാണ്? ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? പൂർണ്ണമായി തുടച്ചു നീക്കാനാവാത്തതിനെ നമ്മൾ എന്ത് പറയും? അതിനൊരു എൻഡില്ല. അത് എൻഡമിക് ആണ് അല്ലെ? എൻഡമിക്. എന്താണ് എപ്പിഡമിക്? എന്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത്? എപ്പിസോഡാണ്. അപ്പൊ വളരെ വേഗത്തിൽ വേണ്ടതാണ്. അപ്പൊ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. അതെ, എപ്പിഡമിക്, എൻഡമിക്. പിന്നെ ഏതാണ്? സൂണോസിസ് രോഗങ്ങൾ. സൂണോസിസ് എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. എവിടെ പോകുമ്പോഴാണ് നോസ് പൊത്തി പിടിക്കുക? ഓക്കെ, നോസ് പൊത്തിപ്പിടിച്ച് നമ്മൾ കയറുന്നത് എന്തിനാണ്? അതായത് രോഗങ്ങൾ പകരാതിരിക്കാൻ. നോസോകോമിയൽ, ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ രോഗങ്ങൾ. പിന്നെ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് രോഗങ്ങൾ. പിന്നെ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഓർമ്മ ഉണ്ടല്ലോ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ? ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ഇത് പഠിച്ചു, ഡെങ്കിപ്പനി. പിന്നെന്താണ്? ജലദോഷം. നമുക്കറിയാം അല്ലെ? ജലദോഷം പകരുന്നതാണ്. കോവിഡ്-19 പകരുന്നതാണ് നമുക്കറിയാം. പിന്നെ മഞ്ഞപ്പിത്തം അല്ലെ? മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്,
കോളറ, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ? ക്യാൻസർ പകരില്ല അല്ലെ. ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 നമ്മൾ പഠിച്ചു. ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അപ്പൊ ക്യാൻസർ എന്ത് ചെയ്യില്ല? ക്യാൻസർ പകരില്ല. ക്യാൻസർ എന്ത് ചെയ്യില്ല? പകരില്ല. പിന്നെ ഏതാണ്? പ്രമേഹം പകരില്ല. എന്നാണ് പ്രമേഹ ദിനം? നവംബർ 14 അല്ലെ. ചിൽഡ്രൻസ് ഡേ, ശിശു ദിനമാണ് നവംബർ 14. ശിശുക്കളെ വെച്ചിട്ട് നമുക്ക് മിഠായി കണക്ട് ചെയ്യാം, ഷുഗർ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നവംബർ 14 പ്രമേഹ ദിനം. പിന്നെ പക്ഷാഘാതം പകരുമോ? ഇല്ല, പക്ഷാഘാതം പകരില്ല. ഹൃദ്രോഗം പകരില്ല, വൃക്കരോഗം പകരില്ല. ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ്. പിന്നെ ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? പക്ഷാഘാതം, ഹൃദ്രോഗം, വൃക്കരോഗം, പിന്നെ അൽഷിമേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അൽഷിമേഴ്സും പകരാത്ത ഒരു രോഗമാണ്. ഇതെന്തിനാ? ഇനിയും ഒരുപാട് പകരാത്ത രോഗങ്ങളുണ്ട്, പകരുന്ന രോഗങ്ങളുണ്ട്. ഇതെന്തിനാണ്? ഇതന്നെ നമ്മൾ എടുത്ത് പഠിച്ചത്. ഇത് USCRT എക്സാക്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമാണ്. അപ്പൊ PSCക്ക് ചോദിക്കാൻ ഏറ്റവും ഇഷ്ടം ഇതാണ്. PSC അതുപോലെ തന്നെ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. ഇതിൽ നിന്നാണ് ഓപ്ഷൻസ് ഉണ്ടാവുക, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഇതേ ചോദ്യം തന്നെ വരും. അപ്പൊ ഇത് തന്നെ കൃത്യം പഠിച്ചിട്ട് പോവുക. ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ ഇത് തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നത് എന്താണ്? രോഗകാരികൾ. നമുക്കറിയാലോ, രോഗകാരികൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഫംഗസ്, റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം ഫംഗസുകളാണ്. ഫൺസുകളല്ല, ഫംഗസുകളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. എന്തൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ. ഇത് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷൻസ് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കും കേട്ടോ. ഏതൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം ഫംഗസുകളാണ്. ഫംഗസുകൾക്ക് ഉദാഹരണമാണ് റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ. ഓക്കെ, ഈ 3 ഓപ്ഷൻ എന്തായാലും അതിലുണ്ടാവും. എക്സ്ട്രാ ഒരാളെ കൂടെ തരും, അതാവും അല്ലാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ ഫംഗസുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദ്യം വരും. റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ ഇതൊക്കെ ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. കൂൺ ഒരു ഫംഗസ് ആണ് കേട്ടോ. കൂൺ, റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ ഇതൊക്കെ എന്താണ്? ഫംഗസുകളാണ്. ഇതൊക്കെ ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. ഇനി രോഗങ്ങളും കാരണമാകുന്ന ഫംഗസുകളും ഏതൊക്കെയാണ്? കാൻഡിഡിയാസിസ് എന്താണ്? കാൻഡിഡ ആൽബിക്കൻസ്. സിമ്പിൾ അല്ലേ? ഇതിൽ ഭൂരിഭാഗം നമുക്ക് ഈ സാധനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഫംഗസുകളുടെ പേരും അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത് നോക്ക്, കാൻഡിഡ കിട്ടിയില്ലേ? കാൻഡിഡിയാസിസ്, കാൻഡിഡ. ഓക്കെ, കാൻഡിഡ. ഓക്കെ, കാൻഡിഡ ആൽബിക്കൻസ്. അതിൽ ഈ വാക്ക് ഓർത്തു വെച്ചാൽ മതി. കാൻഡിഡ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. എന്താണ്? കാൻഡിഡ ആൽബിക്കൻസ്. ഇവിടെ വെച്ച് കണക്ട് ചെയ്യാലോ. കാൻഡിഡ വെച്ചിട്ട് കണക്ട് ചെയ്യാം. കാൻഡിഡ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്. നോക്ക്, ക്രിപ്റ്റോകോക്കസ് സിമ്പിൾ അല്ലേ? അപ്പൊ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസിന് കാരണമായത് ക്രിപ്റ്റോകോക്കസ് ആണ്. അവിടെ തന്നെ ഉണ്ട്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണ്. അവിടെ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്, ക്രിപ്റ്റോകോക്കസ്. ഇവിടെ എന്താണ്? കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, അടുത്തത് ഹിസ്റ്റോപ്ലാസ്മോസിസ്. നോക്ക്, ഹിസ്റ്റോപ്ലാസ്മ സിമ്പിൾ അല്ലേ? ഹിസ്റ്റോപ്ലാസ്മ ഈ രണ്ടെണ്ണം പഠിക്കണേ. ഹിസ്റ്റോപ്ലാസ്മ അതായത് ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വെക്കുക ചെയ്യണം. ബാക്കിയൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം എങ്ങനെ എടുക്കാന്ന്. കാൻഡിഡിയാസിസ്, കാൻഡിഡ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാൻഡിഡ ആൽബിക്കൻസ്. പിന്നെ ഇവിടെ ക്രിപ്റ്റോകോക്കൽ. ഓക്കെ, ഇവിടെ ക്രിപ്റ്റോകോക്കൽ എന്നുള്ളത് അവിടെ എന്തായി? ക്രിപ്റ്റോകോക്കസ് ആയി മാറി. ക്രിപ്റ്റോകോക്കൽ എന്തായി? ക്രിപ്റ്റോകോക്കസ് ആയി. ഹിസ്റ്റോപ്ലാസ്മോസിസ് ഹിസ്റ്റോപ്ലാസ്മയായി. ഹിസ്റ്റോപ്ലാസ്മ ഒക്കെ കാരണമായ ഫംഗസ് ആണ് ഹിസ്റ്റോപ്ലാസ്മ. ഇനി അത്ലറ്റ് ഫുഡ് എന്താണ്? എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. ഓക്കെ, അപ്പൊ അത്ലറ്റ് ഫുഡ്. ഈ അത്ലറ്റ് എന്നുള്ള പേര് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇവിടെ വെച്ച് നമുക്കൊരു ഫൈറ്ററിനെ കണക്ട് ചെയ്യാം. ഫൈറ്റർ. ഓക്കെ, അപ്പൊ അത്ലറ്റ് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അത്ലറ്റ് എന്ന് പറയുന്നത് എന്താ? അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ അത്ലറ്റ്. ഓക്കെ, വിജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ അത്ലറ്റ്. അപ്പൊ അത്ലറ്റ് ഫുഡ് അങ്ങനെ വെച്ച് കണക്ട് ചെയ്യണേ. അത്ലറ്റ് കണ്ട എന്തോ ഓർമ്മ വരണം? ഒരു ഫൈറ്റർ.
ഓക്കെ, ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ഓർമ്മ വരണം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ. പിന്നെ റിംഗ് വേം, മൈക്രോസ്പോറം, മൈക്രോസ്പോറം, റിംഗ് വേം, മൈക്രോസ്പോറം, മൈക്രോസ്പോറം. റിംഗ് വേം എന്താണ്? മൈക്രോസ്പോറം. റിംഗ് വേമിന് കാരണമായത് മൈക്രോസ്പോറം, മൈക്രോസ്പോറം. അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവോ? റിംഗ് വേം, മൈക്രോസ്പോറം. ബാക്കിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ബാക്കി ആദ്യത്തേതാണ് കാൻഡിഡിയാസിസ്, കാൻഡിഡ, ക്രിപ്റ്റോകോക്കൽ, ക്രിപ്റ്റോകോക്കസ്, പിന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഹിസ്റ്റോപ്ലാസ്മ, പിന്നെ അത്ലറ്റ് ഫുട്ട്, അത്ലറ്റ് ഇവിടെ എന്ത് വെച്ച് ഫൈറ്റ് വെച്ച് കണക്ട് ചെയ്യണം. ഈ ഫൈറ്റ് എന്നുള്ള സാധനം കാണുന്നത് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത്ലറ്റ് കണ്ട ഒരു ഫൈറ്റ് അവിടെ കാണുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. പിന്നെ റിംഗ് വേം ആണ് എന്ത്? മൈക്രോസ്പോറം. ഓക്കെ, മൈക്രോസ്പോറം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലോ? ഓക്കെ, അപ്പൊ അത്രയും ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് അല്ലേ? പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും നമ്മൾ പഠിച്ചു. ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കൂണ് ഫംഗസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കൂണ് കരിമ്പന ഫംഗസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏത് കിട്ടി? ഫംഗസുകൾ ഏതാണ് കിട്ടി. പക്ഷേ ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ഫംഗസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ഫംഗസുകളാണ് കാരണമായെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഉത്തരം നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് തന്നെ നോക്കി പഠിച്ചാൽ മതി. സിമ്പിൾ ആണ്. പിന്നെ ലാസ്റ്റ് തന്നിട്ടുള്ള 2 എണ്ണമാണ് ഞാനൊന്ന് എക്സ്ട്രാ പഠിക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ അത്ലറ്റ് ഫുട്ട് നമ്മൾ എന്ത് വെച്ച് ഫൈറ്റ് ആണ് വെച്ച് കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പിന്നെ റിംഗ് വേം ആണുള്ളത്. അപ്പോൾ ഓരോന്നും കണക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും അറിഞ്ഞ് തന്നെ പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കല്ല, മനസ്സിലാക്കിയ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താഴെ തന്നിരിക്കുന്നതിൽ പകരുന്ന രോഗം ഏത്, പകരാത്ത രോഗം ഏത്, ഇങ്ങനെ ചോദ്യം വരും. അപ്പൊ ചോദ്യങ്ങളെ ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായി തന്നെ ആൻസർ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരും. PSC എപ്പോഴും ചോദിക്കാൻ ഇഷ്ടമുള്ള ഭാഗമാണ് USCRT. അപ്പൊ നന്നായി തന്നെ പഠിച്ചു പോവുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.